വളരെ പ്രാചീന കാലത്ത് ജ്ഞാനിയായ ഒരു മനുഷ്യൻ ദേവദാരുപ്പെട്ടിയിലെ ആ തുകലുകളിൽ എഴുതി വച്ചിരിക്കുന്ന ആശയങ്ങളാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഓഗ് മാൻഡിനോ തൻ്റെ ഏറ്റവും പുതിയ ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അമൂല്യങ്ങളായ ആ ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ഏറ്റവും നല്ല സെയിൽസ്മാൻ ആവാൻ കഴിയുമെന്നാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. യുവർ ഇമോഷൻ ക്യാൻ ബ്രേക്ക് ഓർ മേക്ക് യു. നിങ്ങളുടെ ഒരു ദിവസത്തെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷനെ ആശ്രയിച്ചിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ഇമോഷനെ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഇമോഷനെ പക്ഷെ നിങ്ങൾ ഭരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള സമയവും ഏറ്റവും സങ്കടമുള്ള സമയവും കടന്നു പോകും. ആ ഇമോഷനൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളായിരിക്കണം. വളരെ സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ നിങ്ങൾക്ക് കരയാൻ തോന്നുമെങ്കിൽ കരയാതെ ചിരിക്കാനോ അതല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ ഭരിക്കാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ടല്ലേ, ഇൻ യുവർ വേ യു ആർ യൂണിക് ആൻഡ് സ്പെഷ്യൽ എന്നായിരിക്കണം നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ വളരെ വ്യത്യസ്തനാണ്, നിങ്ങൾ യൂണിക്കാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങളെ ഭരിക്കാൻ വരരുത്. ലോകത്തിന് മുമ്പിൽ നിങ്ങളുടെ ന്യൂനതകളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളെ പ്രദർശിപ്പിക്കാൻ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് ഏറ്റവും യൂണിക് എന്നുള്ള വിശ്വാസവും നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിറാക്കിൾ എന്നുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരിക്കണം, എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും.